റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. 41 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളുമായി യുഎസിലെ ട്രംപ് ഭരണകൂടം. രാജ്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ച് അവിടുത്തെ പൌരന്മാർക്ക് വിസ വിലക്കുൾപ്പെടെ ഏർപ്പെടുത്താനാണ് നീക്കം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ എന്നിവിടങ്ങളിലെ പൌരന്മാർക്കടക്കം നിയന്ത്രണങ്ങൾ വരും. 10 രാജ്യങ്ങൾ ഉൾപ്പെട്ട ആദ്യ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണുള്ളത്. ഇവിടെ നിന്നുള്ളവരെ വിസ പൂർണ്ണമായും റദ്ദാക്കും. എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമാർ, ദക്ഷിണ സുഡാൻ എന്നീ 5 രാജ്യങ്ങളാണ് രണ്ടാം പട്ടികയിലുള്ളത്. ഇവർക്ക് വിസ അനുവദിക്കുന്നതിൽ ഭാഗിക നിയന്ത്രണമാണ് ഉണ്ടാവുക. ടൂറിസ്റ്റ്, സ്റ്റുഡന്റ്, കുടിയേറ്റ വിസകൾ അനുവദിക്കുന്നതിലാണ് നിയന്ത്രണം. 26 രാജ്യങ്ങളാണ് മൂന്നാമത്തെ വിഭാഗത്തിലുള്ളത്. പാകിസ്ഥാനും ഭൂട്ടാനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. 60 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പൌരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കും. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പട്ടികയിൽ മാറ്റമുണ്ടാവാമെന്നും നിലവിലെ നിർദ്ദേശത്തിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീവ്രവാദ ഗ്രൂപ്പായ ISISന്റെ ഇറാഖിലെയും സിറിയയിലെയും നേതാവ് അബു ഖദീജ കൊല്ലപ്പെട്ടു. ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയാണ് വിവരമറിയിച്ചത്. ഇറാഖിലെയും ലോകത്തിന്റെ തന്നെയും ഏറ്റവും അപകടം പിടിച്ച തീവ്രവാദിയാണ് ഇയാളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ സഹകരണത്തോടെയാണ് ഇറാഖി സുരക്ഷാ സേന ഈ ഓപ്പറേഷൻ നടത്തിയതെന്നാണ് വിവരം. ISISന്റെ മുതിർന്ന നേതാവെന്ന നിലയിൽ ആഗോള നേതാവ് പദവിയിലേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ട ആളാണ് അബു ഖദീജ. കാനഡയുടെ 24ാം പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് മാർക്ക് കാർണി. ജസ്റ്റിൻ ട്രൂഡോ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് മാർക്ക് കാർണി അധികാരമേറ്റത്. ഒട്ടാവയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രിമാർ, ഗവർണർ ജനറൽമാർ തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ചടങ്ങിന് എത്തിയിരുന്നില്ല. 27 പേരടങ്ങിയ മന്ത്രിസഭയിൽ ട്രൂഡോ സർക്കാരിലെ 17 മന്ത്രിമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. 2 ഇന്ത്യൻ വംശജരും മന്ത്രിസഭയിലുണ്ട്. അനിത ആനന്ദ് മിനിസ്ട്രി ഓഫ് ഇന്നോവേഷൻ, ശാസ്ത്ര വ്യവസായ മന്ത്രിയാകും. കമൽ ഖേരക് ആരോഗ്യമന്ത്രിയാകും. മെലനി ജോണിയാണ് വിദേശകാര്യമന്ത്രി. അതേസമയം അടുത്തയാഴ്ച യൂറോപ്പ് സന്ദർശിക്കാൻ ഒരുങ്ങിയാണ് കാർണി. ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെത്തുന്ന കാർണി UK പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ് എന്നിവരുമായും ചർച്ചകൾ നടത്തും. 59-കാരനായ കാർണി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. പോയ വാരത്തിലെ നാട്ടിലെ വിശേഷം. തമിഴ് ഭാഷയുടെ പ്രചാരം ശക്തമാക്കാൻ കോടികൾ അനുവദിച്ച് തമിഴ്നാട് സർക്കാർ. സംസ്ഥാന ബജറ്റിലാണ് തമിഴ് പരിപോഷിപ്പിക്കാൻ നിരവധി പദ്ധതികളുമായി സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കേന്ദ്രവുമായുള്ള ഭാഷാ പോര് കടുത്ത പശ്ചാത്തലത്തിലാണ് സ്റ്റാലിൻ ഗവൺമെന്റ് ബജറ്റ് പ്രഖ്യാപനത്തിലെ പുതിയ ഭാഷാ പദ്ധതികൾ എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും തമിഴ് പുസ്തകമേളകൾ സംഘടിപ്പിക്കുക, രാജ്യത്തിന് പുറത്ത് ദുബായിലും സിംഗപ്പൂരിലും പുസ്തകമേള, മധുരയിൽ ഭാഷാ മ്യൂസിയം, മെഡിക്കൽ എഞ്ചിനീയറിംഗ് പാഠ്യപുസ്തകങ്ങൾ തമിഴിലേക്ക് മാറ്റുക തുടങ്ങിയ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ തമിഴ് താളിയോല ഗ്രന്ഥങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന് 2 കോടി അനുവദിച്ചു. വിദേശത്ത് സ്ഥിരമാക്കിയ കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരം പഠിപ്പിക്കാൻ 10 കോടിയും, ലോക തമിഴ് ഒളിമ്പ്യാഡ് നടത്താൻ 1 കോടിയും, തിരുക്കുറൾ UN അംഗരാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ 1,31 ലക്ഷം അനുവദിച്ചു. ഇതോടൊപ്പം തന്നെ ഓരോ വർഷവും 100 മികച്ച തമിഴ് കൃതികൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും മെഡിക്കൽ എഞ്ചിനീയറിംഗ് പാഠ്യപുസ്തകങ്ങൾ തമിഴിലേക്ക് മാറ്റാനും ബജറ്റിൽ തീരുമാനമായിട്ടുണ്ട്. സ്റ്റാർലിങ്കിന് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്ത് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സേവനം നൽകുന്നതിനായി എയർടെല്ലും ജിയോയും സ്പേസ് എക്സുമായി പങ്കാളിത്തം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അശ്വിനി വൈഷ്ണവിന്റെ എക്സ് പോസ്റ്റ്. സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. എന്നാൽ നിലവിൽ ഇത് നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സേവനം നൽകുന്നതിന് മുമ്പ് സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ മന്ത്രി പോസ്റ്റ് ചെയ്തതോടെ റെഗുലേറ്റർ അംഗീകാരങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഉപഗ്രഹ അധിഷ്ഠിത കണക്ടിവിറ്റിക്ക് അംഗീകാരം നൽകുന്നതിൽ ഇന്ത്യ സാധാരണയായി ജാഗ്രത പുലർത്താറുണ്ടെന്നതും വസ്തുതയാണ്. 32 രാജ്യങ്ങളാണ് സ്റ്റാർലിങ്ക് ഇപ്പോൾ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാനായി കമ്പനി 2021 സബ്സ്ക്രിപ്ഷൻ വരെ സ്വീകരിച്ചിരുന്നു. എന്നാൽ ലൈസൻസ് നേടാതെ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതോടെയാണ് ഇത്രയും വൈകിയത്. അതേസമയം ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നുണ്ട്. സ്റ്റാർലിങ്ക് രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. രാജ്യത്തെ എല്ലാ സുപ്രധാന മാപ്പിംഗ് വിവരങ്ങളടക്കമുള്ളവ സ്റ്റാർലിങ്കിന്റെ കൈവശം എത്തിച്ചേരുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷ കക്ഷികൾ പങ്കുവച്ചിരിക്കുന്നത്. കായിക വിശേഷങ്ങൾ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ലിവർപൂൾ ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രീ ക്വാർട്ടർ ഫൈനലിൽ ലിവർപൂളിനെ വീഴ്ത്തിയ പാരീസ് സെന്റ് ജർമ്മനാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. ആൻഫീൽഡിൽ നടന്ന പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയായിരുന്നു PSG വിജയം സ്വന്തമാക്കിയത്. അതേസമയം മറ്റു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബുകളായ ആഴ്സണലും ആസ്റ്റൺ വില്ലയും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഡച്ച് ചാമ്പ്യന്മാരായ PSVയെ ആദ്യ പാദത്തിൽ 7-1 തകർത്തെത്തിയ ആഴ്സണൽ രണ്ടാം പാദത്തിൽ 2-2 സമനിലയാണ് നേടിയത്. അഗ്രിഗേറ്റ് സ്കോറിൽ 9-3 മികച്ച സ്കോറിൽ ആഴ്സണൽ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. അതേസമയം ബ്രൂഷിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ആസ്റ്റൺ വില്ല ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിറഞ്ഞു നിന്ന നാടകീയ രാത്രിക്കൊടുവിൽ മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന് റിയൽ മാഡ്രിഡ് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിവിധ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ആഴ്സണൽ റിയൽ മാഡ്രിഡിനെ നേരിടുമ്പോൾ ബയൺ മ്യൂണിക്ക് ഇന്റർ മിലാനെ നേരിടും. ആസ്റ്റൺ വില്ല PSG നേരിടുമ്പോൾ ഡോർട്ട്മുണ്ട് ബാഴ്സലോണയും നേരിടും.
ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് കേസിൽ ഡോക്ടർമാരുടെ വിചാരണ തുടങ്ങി. മറഡോണയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർക്ക് ശ്രദ്ധക്കുറവുണ്ടായെന്നാണ് കേസ്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെ മികച്ച ഫുട്ബോളറായി കണക്കാക്കുന്ന അർജന്റീൻ താരം 2020 നവംബറിലാണ് അന്തരിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. മരിക്കുന്നതിന് മുമ്പ് കുറച്ചു നാളുകൾക്ക് മുമ്പ് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചത് മൂലം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അന്ന് ഡോക്ടർമാർക്കുണ്ടായ ശ്രദ്ധക്കുറവാണ് മരണത്തേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കുടുംബാംഗങ്ങളും ഡോക്ടർമാരും സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ 100-ലധികം സാക്ഷികളുടെ വിചാരണ കോടതിയിൽ നടക്കും. കുറ്റം തെളിയിക്കപ്പെട്ടാൽ വിചാരണ നേരിടുന്നവർക്ക് 8 മുതൽ 25 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കും. മറഡോണയുടെ മക്കൾ തന്നെയാണ് ഈ ആരോപണം ആദ്യം മുന്നോട്ട് വെച്ചത്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.